നമസ്കാരം. തൃശൂർ പൂരം കലക്കുക എന്നത് പിണറായി സർക്കാരിന്റെ മറ്റൊരു അജണ്ടയാണ്. ആദ്യ അജണ്ട ശബരിമലയായിരുന്നു. ഹിന്ദു വിശ്വാസത്തെയും ആചാരങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ന്യൂനപക്ഷ വോട്ട് പിടിക്കുകയും ക്ഷേത്രങ്ങളിലെ സമ്പത്ത് ഖജനാവിൽ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന അജണ്ട. ആദ്യമേ പൂരം കലക്കാൻ ശ്രമം നടത്തിയെങ്കിലും തിരഞ്ഞെടുപ്പിനെ ഭയന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ചു. ആനയെ എഴുന്നള്ളിപ്പിക്കലും ഭക്തജനങ്ങൾ കൂടുന്നതിനുമെതിരെ ഇറക്കിയ തീട്ടൂരങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കണ്ടപ്പോഴായിരുന്നു ഈ പിൻവാങ്ങൽ. എന്നാൽ അതിനുശേഷവും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് പോലീസ് ശ്രമിച്ചത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമോ സമ്മതമോ മൗനസമ്മതമോ ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കുന്നില്ല. ആദ്യ പ്രതിസന്ധി ഉണ്ടാക്കിയത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. പൂരം പ്രദർശന നഗരിയുടെ വാടക കുത്തനെ കൂട്ടിച്ചോദിച്ചായിരുന്നു ഇത്. 40 ലക്ഷത്തോളം രൂപയാണ് മൈതാനത്തിന് വാടകയായി പൂരം സംഘാടകർ ദേവസ്വം ബോർഡിന് നൽകുന്നത്. ഇത് 2 കോടിയായി വർദ്ധിപ്പിച്ച് നൽകണമെന്നായിരുന്നു ബോർഡിന്റെ ആവശ്യം. ഇത്രയും ഭീമമായ തുക വാടക നൽകിയാൽ പൂരം നടത്താനാകില്ല എന്നറിഞ്ഞിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിടിവാശി തുടരുകയായിരുന്നു. ഒടുവിൽ പൂരം നടക്കില്ലെന്നും വൻ പ്രതിഷേധം ഉയരുമെന്നും വ്യക്തമായപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പഴയ വാടകയും 8% വർധനയും മതിയെന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും പ്രദർശനം തുടങ്ങേണ്ട സമയം വൈകിയിരുന്നു. അത് ഇക്കുറി സംഘാടകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇതിനുശേഷം ആന എഴുന്നള്ളിപ്പിനെ ചൊല്ലി പ്രശ്നമുണ്ടാക്കി. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ 50 മീറ്റർ അകലെ മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്നതുൾപ്പെടെ അസാധ്യമായ ഒട്ടേറെ നിബന്ധനകളുമായി വനം വകുപ്പ് പൂരത്തിന് ദിവസങ്ങൾക്ക് മുൻപ് രംഗത്തെത്തി. കേരളത്തിലെ ഒരു ഉത്സവത്തിനും ആഘോഷ ചടങ്ങിനുമില്ലാത്ത നിബന്ധനകളാണ് തൃശൂർ പൂരത്തിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വൻ പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാരിന് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നതും. പൂരത്തിന്റെ തലേന്നും ആനകളെ പരിശോധിക്കുന്നതിന്റെ പേരിൽ ഉടക്കുണ്ടാക്കാൻ വനം വകുപ്പ് ശ്രമം തുടർന്നു. ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ കയ്യാങ്കളി നടക്കുന്നത്. രാത്രി 11 മണി മുതൽ പോലീസിന്റെ അതിക്രമം സഹിക്കവയ്യാതെ ഭാരവാഹികൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെയും റവന്യൂ മന്ത്രി കെ രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ഒഴിഞ്ഞുമാറി. 7 മണിക്കൂറിന് ശേഷം രാവിലെ 6-നാണ് മന്ത്രി രാജൻ എത്തുന്നത്. ദേവസ്വം മന്ത്രി ഇടപെട്ടതേയില്ല. പൂരം പ്രദർശനത്തിന്റെ നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്ന് 2 വർഷം മുമ്പ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പ്രദർശനത്തിലൂടെയാണ് പൂരം നടത്തിപ്പിന് ആവശ്യമായ ധനം ഓരോ വർഷവും കണ്ടെത്തുന്നത്. ഇത് കൈമാറിയാൽ സമ്പൂർണ്ണ നിയന്ത്രണവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കയ്യിലാവും. സംഘാടകർ കൈമാറ്റത്തിന് വിസമ്മതിച്ചതോടെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ശത്രുതാപരമായ നീക്കങ്ങൾ തുടങ്ങുന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമോ സമ്മതമോ ഒന്നുമില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ആരും കരുതുന്നില്ല എന്നത് ശരി തന്നെ. വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയിൽ ഷൂ ഇട്ട് നടന്നു കയറാൻ, ക്ഷേത്രസ്ഥാനത്തിന്റെ പവിത്രത ഭംഗിക്കാൻ ധൈര്യമുണ്ടായതിനു പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട്. നന്ദി.